നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരിക്കല് അവളിവിടെ അമ്മയെ കാണാൻ വന്നപ്പോ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അഖിയെ നമ്മുടെ വീടിനേക്കാൾ വലിയ വീട് വെച്ച് അതിനേക്കാളും പദവിയിൽ താമസിപ്പിക്കൂന്ന്. അതവള് വെറുതെ പറഞ്ഞതല്ല. ഇങ്ങനെയാണെങ്കി അത് ശ്യാമ നടത്തിയിരിക്കും. പിന്നെ നമ്മുടെ അഖി പെടാൻ പോണേ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അഖി അവളുടെ ബാഗും ചുമന്ന് കൂടെ നടക്കുന്ന ഒരു ഭർത്താവായിട്ട് അധപ്പതിക്കും. അമ്മ നോക്കിക്കോ. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഖിയെ അവള് കൊരങ്ങ് കളിപ്പിക്കാം. നമ്മുടെ അഖി പാവം ഒന്നും അറിയാതെ. അതെല്ലാം ഓർത്ത് ഞാനിവിടെ വിഷമിച്ചിരുന്നു പോയതാ അമ്മ. റിയാലിറ്റി ഷോ ശ്യാമ അങ്ങനെ ഒരു നീക്കം നടത്തുന്നുണ്ടോ? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ അമ്മേ? സംഗതി ശരിയാ. പക്ഷെ അതിന്റെ ഓഡീഷനിൽ പങ്കെടുക്കാൻ നമ്മൾ അവളെ അനുവദിച്ചുകൂടാ. എങ്കിലേ അമ്മയ്ക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ അഖിയുടെ സ്നേഹവും. ഈ ഒരു അവസ്ഥയിൽ കഴിയുന്ന അഖിക്ക് കമ്പനിയുടെ MD സ്ഥാനം ഏൽപ്പിച്ചാലുള്ള സ്ഥിതി എന്താവും? അമ്മ തന്നെ തീരുമാനിക്കും. ഒടുവില് കമ്പനി അടച്ചു പൂട്ടും. ഞാൻ ഈ കുടുംബത്തിൽ വന്നു കയറിയവളാ. പക്ഷേ ഈ കുടുംബത്തോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. നമ്മുടെ കമ്പനി അങ്ങനെ അവസാനിക്കുന്നത് എനിക്ക് ഊഹിക്കാനേ പറ്റുന്നില്ല. പിന്നെ അഖി, അവൻ അമ്മയുടെ മുമ്പിലേ ഭാര്യയ്ക്ക് പിന്നാലെ ഒരു സെർവന്റിന്റെ റോളിൽ നടക്കും. എനിക്ക് അതും സഹിക്കില്ല അമ്മേ. എനിക്ക് സത്യത്തില് എന്റെ സ്വന്തം അമ്മയായത്. ഈ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് അത് വീഴുന്നത് പോലെ എനിക്ക് സഹിക്കില്ല. മോള് വിഷമിക്കാതെ, എല്ലാം എനിക്ക് മനസ്സിലായി. അവൾ ആ ശ്യാമ ആ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കരുത്. അതിനു വേണ്ടത് നീ ചെയ്യണം. അത് ഞാൻ ഏറ്റമ്മേ. പിന്നെ അഖിയെ കമ്പനിയുടെ MD ആക്കുന്ന കാര്യം, അത് അഖിയെ അവളുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെടുത്തിയിട്ട് മതി. ഇതെന്റെ ഉറച്ച തീരുമാനോ, അതിന് മാറ്റമില്ല. ശ്യാമയുടെ റിയാലിറ്റി ഷോ, അഖിയുടെ MD സ്ഥാനം, ഇച്ചിരി കണ്ണീര്, അല്പസെന്റി, എല്ലാം തീർന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.